ഇപ്പോൾ ബിഗ് ബോസിൽ നമുക്ക് കാണാൻ പറ്റുന്ന സിബിൻ ആകെ തളർന്ന് ആകെ മെൻ്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിബിനാണ്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു സിബിൻ. സിബിൻ ആക്ച്വലി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരു എതിരാളിയായിരുന്നു. അപ്പം ഇത്രയും പോയിൻ്റ് ടു പോയിൻ്റായിട്ട് കളിക്കുന്ന, അത്രയും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഗെയിമർ തന്നെയാണ് സിബിൻ എന്ന് പറയുന്നത്. സിബിൻ എന്തുകൊണ്ട് നമ്മൾ സിബിൻ്റെ പെർഫോമൻസ് കണ്ടു കഴിയുമ്പം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നർ ആവാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും ഉള്ള ഒരാളാണ് അവിടെ ഉള്ളതിൽ. പക്ഷേ ബിഗ് ബോസ് ആക്ച്വലി ഈ വീക്കെൻഡിലെ എപ്പിസോഡിൽ സിബിനെ ആകെ തകർത്ത് തരിപ്പടാക്കി കളഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വീക്കിൽ സിബിൻ ഒരു ബാഡ് ഗെസ്റ്റർ കാണിച്ചായിരുന്നു. അതിൻ്റെ പണിഷ്മെൻറ്റായിട്ട് പവർ ടീമിൽ നിന്ന് സിബിനെ പുറത്താക്കിയിരിക്കുകയാണ്. ആ റൂമിൽ നിന്നെല്ലാം പുറത്താക്കിയിരുന്നു. അതൊരു പണിഷ്മെൻറ്റാണ്. സിബിൻ ചെയ്തത് തെറ്റാണ്, നമ്മൾ ഒരിക്കലും ന്യായീകരിക്കില്ല. പക്ഷേ സിബിനെ അങ്ങ് വല്ലാണ്ടങ്ങ് തകർത്ത് ഒന്നും അല്ലാതാക്കി. കാരണം സിബിൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല അവിടെ ബാഡായിട്ടുള്ള ഗെസ്റ്റ് കാണിക്കുകയോ ബാഡായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഇതിലും ബാഡായിട്ട് വൃത്തികേടുകൾ പറയുകയോ ഓരോന്നും ചെയ്തിട്ടും അവരൊക്കെ ഇപ്പോഴും തലയുയർത്തി ബിഗ് ബോസ് ഹൗസിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ സിബിൻ ഭയങ്കര മെൻ്റലായി ഡൗൺ ആയിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് ഫുൾ സിബിൻ ആ ഐസ്ക്രീം ആ ഒരു കോർണറിലായിരുന്നു ഇരുന്നിരുന്നത്. അവിടെ തന്നെ ഒറ്റയ്ക്ക് കിടക്കുമായിരുന്നു. ഇടയ്ക്ക് മുടിയും വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ജിൻഡോ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ശ്രീലേഖ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീലേഖയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ ക്ലിയറായിട്ട് മനസ്സിലാവും സിബിൻ ഭയങ്കര മെൻ്റലി ഡൗൺ ആണ് ഇന്നലെ രാത്രി എല്ലാ ടൈമും. മീൻസ് ആ ലാലേട്ടൻ അത് പറഞ്ഞ ആ സമയം തൊട്ട് ബിഗ് ബോസ് ആ ഒരു പോയിൻ്റ് എടുത്തിട്ട് സിബിനെ അങ്ങ് ഡൗൺ ആക്കിയ ടൈം തൊട്ട് സിബിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ സിബിൻ മിക്കവാറും ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നത്. നമ്മുടെ ജാസ്മിൻ പറയുന്ന പോലെ, അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയും കളിക്കുന്ന നാടകം പോലെ ക്വിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അതിൻ്റെ പൂർവാധികം ശക്തിയോടെ ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന പോലെയല്ല ഇത് തോന്നുന്നത്. കാരണം നമുക്ക് ഒരു പ്ലെയറിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആൾ റിയൽ ആയിട്ടാണോ നിൽക്കുന്നത്, ആൾ ഉള്ളിൽ നിന്ന് പറയുന്നതാണോ അത് ഡ്രാമ കളിക്കുന്നതാണോ. സിബിനെ സംബന്ധിച്ചിടത്തോളം സിബിൻ വളരെ റിയലായിട്ട് വളരെ ഇമോഷണലായിട്ട് പറയുന്നതാണ്. ജാസ്മിൻ കിടന്ന് കരഞ്ഞ് മെഴുകി നാടകം കളിച്ച് ഒരുമാതിരി ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന പോലെയല്ല സിബിൻ്റെ കാര്യം. പക്ഷേ സിബിന് നന്നായിട്ട് ഫീലായിട്ടുണ്ട്. ഇവൻ നമുക്കാണെങ്കിലും ഫീലായിട്ടുണ്ട്. കാരണം ബിഗ് ബോസ് അങ്ങ് അടിച്ചിരുത്തി പറഞ്ഞു സിബിൻ ചെയ്തത് തെറ്റാണെങ്കിലും ശിക്ഷ വേണം, എങ്കിലും ഇത്രയും ഡൗണായ സിബിനെ അതിൽ നിന്നും പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ബിഗ് ബോസ് നന്നായിട്ട് ശ്രമിക്കണം. കാരണം ജാസ്മിനും ഗബ്രിയും ഒക്കെ ഡൗൺ ആകുമ്പോഴും ബിഗ് ബോസ് എപ്പോഴും മോട്ടിവേഷൻ കൊടുത്ത് അവർ ക്വിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ ക്വിറ്റ് ചെയ്യിക്കാതെ പിടിച്ചു വെച്ച് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സിബിൻ ഇത്രയും ഡൗണായി സിബിൻ അത്രയും സ്ട്രോങ് ആയിട്ട് പുറത്ത് പോകണം, ക്വിറ്റ് ചെയ്യണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ സിബിനെ അവിടെ പിടിച്ചു നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ബിഗ് ബോസ് നടത്തണം. ഇല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പ്ലെയറിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടാക്കുന്നതിൽ ക്വിറ്റ് ചെയ്ത് പോകുന്നത് ബിഗ് ബോസിന് തന്നെ നാണക്കേടാണ്.